ചരിത്രത്തിന്റെ തീച്ചുളയിൽ മുസോളിനിയെയും ഹിറ്റ്ലറെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഫാസിസ്റ്റുകളുടെ ക്രൂരമായ മുഖങ്ങളിലൂടെ തന്നെയാണ്. പൊതുജനങ്ങളെ വേട്ടയാടിയിട്ട് അധികാര ധാർഷ്ട്യ ബോധത്തിന്റെ അന്തരങ്ങളിൽ തിളങ്ങി നിൽക്കാൻ ശ്രമിച്ച ഈ രണ്ട് മുഖങ്ങളും അവസാനം മറക്കപ്പെട്ടു പോയിട്ടുള്ളത് പൊതുജനങ്ങളുടെ തീവ്രമായിട്ടുള്ള വിചാരണകൾക്കൊടുവിലാണ്. അതെ, ആ കാലം ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾക്ക് വിദൂരമല്ല എന്നുള്ളത് ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞു വരുന്നത് നരേന്ദ്രമോദിയെ ലക്ഷക്കണക്കിന് ആളുകൾ സൈബർ രംഗത്ത് നിന്ന് ആട്ടിയോടിക്കുകയാണ്. അതിൽ വിദ്യാർത്ഥികളുണ്ട്, സാധാരണക്കാരനുണ്ട്, തൊഴിലാളിയുണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെ എല്ലാവരും അടങ്ങിയ ഒരു കൂട്ടമാണ് നരേന്ദ്രമോദിയെ സൈബർ ലോകത്ത് നിന്ന് ആട്ടിയോടിക്കുന്നുള്ളത്. നരേന്ദ്രമോദി പേര് കേട്ടത് മൻ കി ബാത്തിലൂടെ തന്നെയാണ്. അധികാരത്തിലെത്തിയതിനു ശേഷം മൻ കി ബാത്തിലൂടെ ഞാൻ ജനങ്ങളുമായി ഇതാ തുറന്ന് സംവദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് റേഡിയോ പോലെ അയാൾക്ക് പറയാനുള്ളത് മാത്രം പൊതുജനങ്ങളെ കേൾപ്പിച്ചിട്ട് ജനകീയനാണെന്ന് തോന്നിപ്പിക്കാൻ പലതരത്തിലുള്ള കളികളും നരേന്ദ്രമോദിയും IT സെല്ലും എടുത്തുകൂട്ടി. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ IT സെല്ലുള്ളത് BJPക്കായിരിക്കും. പക്ഷേ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്തിന്റെ പൊതുവികാരം ഇപ്പോൾ പ്രകടമായിക്കൊണ്ടേയിരിക്കുകയാണ്. നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ ഭാഗമായിട്ട് BJPയുടെ ഔദ്യോഗിക യൂട്യൂബ് പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കാണാം. ലക്ഷക്കണക്കിന് ഡിസ്ലൈക്കുകൾ കടന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മാത്രം 8 ലക്ഷത്തോളം വരുന്ന ഡിസ്ലൈക്കുകളാണ് ആ വീഡിയോക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് ഗുരുതരമായിട്ടുള്ള തിരിച്ചടി പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നരേന്ദ്രമോദി ഏൽക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് സൈബർ രംഗത്ത് മൻ കി ബാത്തിനേറ്റ ഈ കനത്ത വെല്ലുവിളി, ഈ കനത്ത തിരിച്ചടി. അതിന് താഴെ വിദ്യാർത്ഥികളും തൊഴിലാളികളും രാജ്യത്തെ സ്ത്രീകളും പുരുഷന്മാരും രാഷ്ട്രീയക്കാരും പോലീസുകാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് ദാ ഇങ്ങനെയാണ്: രാജ്യം ശക്തമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു. എന്താണ് കേന്ദ്രം ചെയ്തിട്ടുള്ളത്? മോദി വിദ്യാഭ്യാസ രംഗത്തിന് ഒരു സംഭാവനയും നൽകിയിട്ടില്ല എന്ന് തുടർന്ന് വിദ്യാർത്ഥികളും തൊഴിലാളികളും സാധാരണക്കാരും എഴുതി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി കമന്റുകളാണ് ദാ ഈ നിമിഷം വരെ ആ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. 8 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ BJPയുടെ ശക്തമായിട്ടുള്ള IT സെല്ലിനെ വിറപ്പിച്ചുകൊണ്ട് അവർ ഡിസ്ലൈക്ക് അടിച്ചിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ജനവികാരം ആളിക്കത്തിയിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം ആലോചിച്ചു കൊള്ളുക: ഫാസിസ്റ്റുകൾക്ക് ജനങ്ങളെ സംരക്ഷിക്കാതെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഘടിപ്പിച്ച് മതത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ വേർതിരിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന ഫാസിസ്റ്റുകൾക്ക് ചരിത്രം നൽകിയ മറുപടികളാണ് ആദ്യം ഞാൻ ഓർമ്മിപ്പിച്ചത്. ആ മറുപടിയിലേക്ക് തന്നെയാണ് കേന്ദ്ര സർക്കാരും നിലവിൽ കടന്നു പോകുന്നത്. അന്ന് നേരിട്ടുള്ള യുദ്ധമായിരുന്നുവെങ്കിൽ ഇന്ന് സൈബർ ലോകത്ത് നിന്നുള്ള തിരിച്ചടിയാണ് എന്ന് മാത്രം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.